ദുആഉൽ കർബ് ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ച ദുആ ആണ് ദുആഉൽ കർബ്. അത്രത്തോളം വലിയ ശ്രേഷ്ഠതയാണ് ദുആഉൽ കർബിനുള്ളത്. അത്രയും വലിയ മഹത്വമാണ് ദുആഉൽ കർബിനുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുമ്പിലേക്ക് ആരെങ്കിലും വിഷമങ്ങളും പ്രയാസങ്ങളും എന്ന് പറയുമ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് ചൊല്ലാൻ നിർദ്ദേശിച്ചിരുന്ന ദുആ ആണ് ദുആഉൽ കർബ്. ദുആഉൽ കർബ് ഒരാളെ ചൊല്ലിയാൽ എന്ത് വിഷമം മാറണം എന്ന നിയ്യത്ത് വെച്ചിട്ടാണോ ദുആഉൽ കർബ് നമ്മൾ ചൊല്ലുന്നത്, നമ്മുടെ ആ വിഷമങ്ങൾ അല്ലാഹു നമുക്ക് സലാമത്താക്കി തരികയാണ്. കാരണം അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, നബിയെ, എന്റെ മുമ്പിൽ മരണമല്ലാതെ വേറെ ഒരു പ്രതിവിധി എന്റെ മുമ്പിലില്ല. കാരണം അത്രത്തോളം വിഷമങ്ങള്, അത്രത്തോളം പ്രയാസങ്ങള് എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്നുണ്ട് റസൂലേ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പെട്ടെന്ന് മരിച്ചു കിട്ടിയാ മതിയായില്ല, ഈ ദുആഉൽ കർബ് ചൊല്ലിക്കോ. ദുആഉൽ കർബിന് അത്രത്തോളം വലിയ മഹത്വമാണ് ദുആഉൽ കർബിനുള്ളതെന്ന് ആരംഭ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആഉൽ കർബ് ചൊല്ലാണ്. 7 തവണ ദുആഉൽ കർബ് ചൊല്ലും. ആ സമയത്തൊക്കെ നമ്മുടെ വിഷമങ്ങള്, നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ വിഷമങ്ങള്, നമ്മുടെ പ്രയാസങ്ങള്, നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ പ്രയാസങ്ങള് ഒക്കെ നീങ്ങിക്കിട്ടണം. ആ നിയ്യത്ത് വെച്ച് ദുആഉൽ കർബ് ചൊല്ലാം. ഏറ്റവും വലിയ പ്രതിസന്ധി മരണസമയത്തുള്ള പ്രതിസന്ധിയാണ്. മരണസമയം. ആ സമയത്ത് ഈമാനോടുകൂടി മരിക്കണം, ഈമാനോടുകൂടി മൗത്താവണം. എനിക്ക് ഈമാനോടുകൂടെ ഈ ലോകത്തിൽ നിന്ന് വിട പറയണം. മരണസമയത്ത് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ഈമാൻ പിയപ്പിക്കാൻ വരുന്ന സമയത്ത് ആ ഒരു പ്രതിസന്ധിയിൽ എനിക്ക് തോറ്റുകൂടാ, എനിക്ക് പരാജയപ്പെട്ടുകൂടാ. ആ ഒരു നിയ്യത്ത് ഒന്നാമത്തെ ദുആഉൽ കർബ് ചൊല്ലുമ്പോൾ മനസ്സിലേക്ക് കരുതുക. ഇൻഷാ അല്ലാഹ് ദുആഉൽ കർബ് ചൊല്ലി കുറച്ച് തഹ്ലീലും കുറച്ച് ഇസ്തിഗ്ഫാറും ചൊല്ലി ഇൻഷാ അല്ലാഹ് ഹദ്ദാദ് റാത്തീബ് ചൊല്ലി ദുആഇന് നമുക്ക് സന്തോഷത്തോടെ പിരിയാം. അല്ലാഹു നമ്മുടെ മജ്ലിസ് അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹു നമ്മുടെ മജ്ലിസ് ഇജാബത്തുള്ള മജ്ലിസായിട്ട് അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനേ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീ സലാമത്താക്കി തരണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇൻഷാ അല്ലാഹ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദുആഉൽ കർബ് ചൊല്ലാണ്. എല്ലാവരും ഏറ്റി ചൊല്ലുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അദീമുൽ ഹലീം. ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അദീം. لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم. لا إله إلا الله العظيم الحليم. لا إله إلا الله رب العرش العظيم. لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم. لا إله إلا الله العظيم الحليم. لا إله إلا الله رب العرش العظيم. لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم. لا إله إلا الله العظيم الحليم. لا إله إلا الله رب العرش العظيم. لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم. لا إله إلا الله العظيم الحليم. لا إله إلا الله رب العرش العظيم. لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم. لا إله إلا الله العظيم الحليم. لا إله إلا الله رب العرش العظيم. لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم. لا إله إلا الله العظيم الحليم. لا إله إلا الله رب العرش العظيم. لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم. لا إله إلا الله العظيم الحليم. لا إله إلا الله رب العرش العظيم.
ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. എല്ലാം ഞങ്ങളിൽ നിന്ന് കബൂലാക്ക റബ്ബേ. ഞങ്ങളെ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഈ മജ്ലിസുകൾ മുഴുവനും ഞങ്ങളെ ഖബറിലേക്കുള്ള വരുമാനമാക്കണേ അല്ലാഹ്. ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കമുള്ള മുഴുവൻ അംബിയാ മുർസലീങ്ങളെ ഹളറത്തിലേക്ക് ഇന്നത്തെ മജ്ലിസിന്റെ സവാബിനെ എത്തിക്കണേ റഹ്മാനേ. മഹാനായ സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള മുഴുവൻ സ്വഹാബത്തിന്റെ ഹളറത്തിലേക്ക് ഈ മജ്ലിസിന്റെ സവാബിനെ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. മഹാനായ അജ്മീർ ഖാജാ തങ്ങളെ ഖുതുബുൽ അഖ്താബ് തങ്ങളെ ഖുതുബുൽ ആലം മടവൂർ ശൈഖുന തങ്ങളടക്കമുള്ള മുഴുവൻ ഔലിയാക്കന്മാരെ ഹളറത്തിലേക്ക് ഈ മജ്ലിസിന്റെ സവാബിനെ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അവരുടെ എല്ലാവരുടെ ഹക്ക് ജാഗ ബർക്കത്ത് കൊണ്ട് പടച്ചവനെ ഞങ്ങൾ ആഖിറത്തിനെ നന്നാക്കണേ റഹ്മാനെ. ഒരു നല്ല മരണം ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളെ വൻ പാപങ്ങളും ചെറുപാപങ്ങളും നീ പൊറുക്കണേ റബ്ബേ. മാപ്പാക്കണേ അല്ലാഹ്. ഞങ്ങളെ ഏടിൽ നിന്ന് മായ്ച്ചു കളയണേ അല്ലാഹ്. ചെയ്ത തെറ്റുകാരുടെ ദുനിയാവിലെ വശമാക്കല്ലേ, പരലോകത്തെ വശമാക്കല്ലേ, ഖബറിൽ അദാബ് തരല്ലേ, നിഅമത്തുകൾ എടുത്തു കളയല്ലേ. പടച്ചവനെ ഞങ്ങളെ പാപങ്ങളെല്ലാം നീ ഞങ്ങളോട് പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളെ ഉസ്താദുമാർക്ക് പൊറുക്ക റബ്ബേ, ഞങ്ങളെ മാതാപിതാക്കൾക്ക് പൊറുക്ക റബ്ബേ, ഭാര്യമാർക്ക് പൊറുക്ക റബ്ബേ, ഭർത്താക്കന്മാർക്ക് പൊറുക്ക റബ്ബേ, മക്കൾക്ക് പൊറുക്കണേ അല്ലാഹ്, കൂട്ടുകുടുംബങ്ങൾക്ക് പൊറുക്കണേ അല്ലാഹ്. ഇന്നിവിടെ മജ്ലിസിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളുടെ മുഴുവൻ പാപങ്ങളും പൊറുത്തു തരണേ അല്ലാഹ്. ഇനി ഒരു തെറ്റിലേക്ക് ഞങ്ങളെ മടക്കല്ലേ റബ്ബേ. മരണം വരെ നിസ്കരിക്കുന്നവരാക്കണേ റഹ്മാനെ, നോമ്പെടുക്കുന്നവരാക്കണേ അല്ലാഹ്, ഹജ്ജ് ഉംറക്ക് ഭാഗ്യം തരണേ അല്ലാഹ്, സകാത്ത് കൊടുക്കുന്നവരാക്കണേ അല്ലാഹ്, പാവപ്പെട്ടവന് തണലേകുന്നവനാക്കണേ റഹ്മാനെ. മരണം വരെ ഞങ്ങൾക്ക് ആരോഗ്യം തരണേ, ആഫിയത്ത് തരണേ, ദീർഘായുസ്സു തരണേ. നീ ഞങ്ങൾക്ക് തന്ന അവയവങ്ങൾക്കെല്ലാം ആഫിയത്ത് തരണേ. ഞങ്ങളെ അസുഖങ്ങളെ നീ മാറ്റിത്തരണേ അല്ലാഹ്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അറിവിന്നിലാവ് കേൾക്കുന്ന ഉമ്മമാരുണ്ട്, അമ്മമാരുണ്ട്, പാപ്പമാരുണ്ട്, അച്ഛന്മാരുണ്ട്. പടച്ചവരെ അവർക്കെല്ലാം ഈ മജ്ലിസിലൂടെ നീ ശിഫ നൽകണേ റഹ്മാനെ. ഹോസ്പിറ്റലിൽ മജ്ലിസ് കേൾക്കുന്നവർക്ക് നീ ശിഫ കൊടുക്കണേ അല്ലാഹ്. വീട്ടിലിരുന്ന മജ്ലിസ് കേൾക്കുന്നവർക്ക് നീ ശിഫ കൊടുക്കണേ അല്ലാഹ്. പാവങ്ങളാണ് ഞങ്ങളെ വല്യുമ്മമാർ, പാവങ്ങളാണ് ഞങ്ങളെ വല്യുപ്പമാർ, ഞങ്ങളെ സഹോദര സഹോദരിമാർ, ഞങ്ങളെ ഉമ്മമാര്, ബാപ്പമാര്, ചെറുപ്പക്കാരുകൾ, കുഞ്ഞു പൂമ്പാറ്റ മക്കള്. പടച്ചവനെ ആരെല്ലാം എന്തെല്ലാം രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നുണ്ടോ, ലക്ഷക്കണക്കിന് ആളുകൾ ഒരേ സമയം നിന്നിലേക്ക് കൈകുളിർത്തി ആമീൻ പറയാൻ ശിഫ കൊടുക്കണേ അല്ലാഹ്, ശിഫ കൊടുക്കണേ അല്ലാഹ്, ശിഫ കൊടുക്കണേ അല്ലാഹ്. ക്യാൻസർ മാറ്റിത്തരണേ അല്ലാഹ്, ട്യൂമർ മാറ്റിത്തരണേ അല്ലാഹ്, കിഡ്നി തകരാറിലായത് മാറ്റിത്തരണേ അല്ലാഹ്, ഹാർട്ടിന്റെ പ്രോബ്ലം മാറ്റിത്തരണേ അല്ലാഹ്, ലിവറിന്റെ പ്രോബ്ലം മാറ്റിത്തരണേ അല്ലാഹ്, ക്രിയേറ്റീവ് നോർമലാക്കണേ അല്ലാഹ്, ഡയാലിസിസ് ചെയ്യുന്നവർക്ക് സുഖപ്പെടുത്തി കിഡ്നിക്ക് ആഫിയത്ത് നൽകണേ അല്ലാഹ്, കീമോ ചെയ്യുന്നവർക്ക്, റേഡിയേഷൻ ചെയ്യുന്നവർക്ക് ക്ഷീണങ്ങളൊക്കെ മാറ്റിയിട്ട് പല രോഗങ്ങളെ മാറ്റണേ അല്ലാഹ്. ശരീരത്തിന്റെ ഏത് ഭാഗത്താണോ ക്യാൻസർ ഉള്ളത് അല്ലാഹ്, നീ കാമിലായ ശിഫ കൊടുക്കണേ അല്ലാഹ്. RCCയിലും മെഡിക്കൽ കോളേജുകളിലും ക്യാൻസറിന് ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. 1, 2, 3, 4 സ്റ്റേജ് കഴിഞ്ഞവനുണ്ട്. പടച്ചവനെ ശിഫ നൽകണേ റബ്ബേ. സ്റ്റോക്ക് വന്ന് തളർന്നു പോയവരെ, ഭക്ഷണം കഴിക്കാൻ കഴിയാതെ ട്യൂബിട്ട് കിടക്കുന്നവരെ, മലമൂത്ര വിസർജനം ചെയ്യാൻ കഴിയാതെ ട്യൂബിട്ട് കിടക്കുന്നവരെ, കൈകാലുകൾക്ക് കമ്പിയിട്ട് കിടക്കുന്നവരെ, പടച്ചവനെ ഓപ്പറേഷൻ കഴിഞ്ഞ് തളർന്നു കിടക്കുന്നവരെ, സ്റ്റോക്ക് വന്ന് ഒരു ഭാഗം കൊഴിഞ്ഞു പോയവര്, ചലനമില്ലാതെ വർഷങ്ങളായി ബോധമില്ലാതെ വെന്റിലേറ്ററിൽ ഐസിയുയിൽ വീട്ടിലെ കഴിയുന്ന പാവപ്പെട്ട മുഅ്മിനീങ്ങൾ, അല്ലാഹ് അല്ലാഹ്
അല്ലാഹ് ശിഫ കൊടുക്കണേ റബ്ബേ അവർക്ക് ശിഫ കൊടുത്ത് ഒരു നല്ല ജീവിതത്തിലേക്ക് അവരെ മടക്കിക്കൊണ്ട് വരണേ അല്ലാഹ് ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ ചലനമില്ലാതെ തളർന്നു കിടക്കുന്നവരുണ്ട് റബ്ബേ പടച്ചവനെ അവർക്ക് നീ ചലനം കൊടുക്കണേ അല്ലാഹ് ഞങ്ങളെ ആഫിയത്ത് നീ തന്നതാണ് ഒന്ന് ഞങ്ങൾ ഉണ്ടാക്കിയതല്ല ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് നീ ഞങ്ങൾക്ക് തന്ന അവയവങ്ങളിൽ നിന്ന് ഒന്നുപോലും മരണം വരെ മുറിച്ചു മാറ്റേണ്ട അവസ്ഥ ഞങ്ങൾക്ക് തരല്ലേ റബ്ബേ ഞങ്ങൾക്കറിയൂല ഞങ്ങൾക്ക് മാരകമായ രോഗം വരാനുണ്ടോ എന്ന് ഞങ്ങൾക്കറിയൂല ഞങ്ങൾ അപകടം കാത്തു നിൽക്കുന്നുണ്ടോ എന്ന് പടച്ചവനെ ഉണ്ടെങ്കിൽ എല്ലാം നീ തട്ടി മാറ്റണേ റബ്ബേ നീ തട്ടി മാറ്റണേ അല്ലാഹുവേ ഈ വീട് നീ ബർക്കത്തുള്ള വീടാക്കണേ റഹ്മാനെ സുലൈമാനിക്കാന് ഈ ഭവനം ഒരു ബർക്കത്തിന്റെ ഭവനമാക്കണേ അല്ലാഹ് ഒരു നിലക്കും ഒരു പിശാചിനും ഇടം കൊടുക്കല്ലേ റബ്ബേ ഒരു ശർറുകളും ഈ കുടുംബത്തിലേക്ക് നീ കടത്തിവിടല്ലേ അല്ലാഹ് ഒരു ശർറുകളും ഈ കുടുംബത്തിലേക്ക് നീ കടത്തിവിടല്ലേ അല്ലാഹ് ഈ കുടുംബവും ഞങ്ങളെ കുടുംബവും സന്തോഷമുള്ള കുടുംബമാക്കണേ റബ്ബേ ഐക്യ സ്നേഹം എന്ന് നിലനിൽക്കുന്ന കുടുംബമാക്കണേ അല്ലാഹ് തെറ്റിദ്ധാരണകൾ മനസ്സിൽ നിന്ന് നീക്കി തരണേ അല്ലാഹ് തെറ്റിദ്ധാരണകളില്ലാത്ത പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നൊരു മനസ്സ് ഞങ്ങൾക്ക് തരണേ അല്ലാഹ് മരണം വരെ ഈ നാവ് കൊണ്ട് ഒരാളെ കളിയാക്കേണ്ട അവസ്ഥ വരുത്തല്ലേ റബ്ബേ ഒരാളെ ചീത്ത പറയേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാഹ് ഞങ്ങളെ നാവ് കൊണ്ട് ഒരു മുസ്ലിമിനോ ഒരു മനുഷ്യനിക്കും വേദനിക്കുന്ന ഒരവസ്ഥ മരണം വരെ അറിഞ്ഞോ അറിയാതെയോ ഈ നാവ് കൊണ്ട് നീ തരല്ലേ റബ്ബേ ഇത് ദുആ ചെയ്യാനുള്ള നാവാണ് ഇത് മന്ത്രിക്കാനുള്ള നാവാണ് ഞങ്ങളെ നാവ് മരിക്കുമ്പോ ഞങ്ങൾക്ക് കലിമ ചൊല്ലാനുള്ള നാവാണ് അല്ലാഹ് ഒരാളെയും പടച്ച റബ്ബേ ഒരു കുഞ്ഞുറുമ്പിനെ പോലും മരണം വരെ വേദനിപ്പിക്കേണ്ട ഒരവസ്ഥ ഞങ്ങളിൽ ഒരാൾക്കും നീ തരല്ലേ റബ്ബേ ഞങ്ങളെ ചീത്ത പറഞ്ഞവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ അവരെയും ഞങ്ങളെയും നീ ഇഷ്ടപ്പെട്ട സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ ഒരു നിലക്കും ഞങ്ങളെ മനസ്സിലേക്ക് അസൂയ തരല്ലേ ഒരു അണുമണി തൂക്കം പോലെ കിബർ തരല്ലേ റിയാ തരല്ലേ ഞങ്ങളെ വലിയവനാണെന്ന ചിന്ത ഞങ്ങൾ തികഞ്ഞവനാണെന്ന ചിന്ത ഒരു സെക്കൻഡ് പോലും ഞങ്ങളെ കൽബിലേക്ക് നീ തരല്ലേ അല്ലാഹ് പടച്ചോനെ നിന്റെ റഹ്മത്ത് ഞങ്ങൾക്ക് തരണേ അല്ലാഹ് ഈ മജ്ലിസിൽ ഒരുപാട് ഉപ്പമാരുണ്ട് ഈ മജ്ലിസിൽ ഒരുപാട് ഉമ്മമാരുണ്ട് ഈ മജ്ലിസിൽ അയൽവാസികളും നാട്ടുകാരും കുടുംബങ്ങളും കൂട്ടുകാരുമായി പലരും ഈ മജ്ലിസിലുണ്ട് റബ്ബേ പലരും ഈ മജ്ലിസിലുണ്ട് റബ്ബേ എല്ലാവർക്കും ബറക്കത്ത് കൊടുക്ക് അല്ലാഹ് റഹ്മത്ത് കൊടുക്ക് അല്ലാഹ് ഇത്രയും നേരം അവർ ഈ മജ്ലിസിൽ ഇരുന്നത് ഒരുപാട് ആഗ്രഹങ്ങൾ വെച്ചിട്ടാണ് പടച്ചവനെ ഒരാളെയും നീ മാറ്റി നിർത്തല്ലേ റബ്ബേ എല്ലാവരുടെ ആഗ്രഹങ്ങളും നീ സഫലമാക്കണേ അല്ലാഹ് അവരുടെ കുടുംബങ്ങളിൽ അവരുടെ ജോലികളിൽ അവരുടെ വരുമാനങ്ങളിൽ അവരുടെ മക്കളുടെ വരുമാനങ്ങളിൽ അവരുടെ മരുമക്കളുടെ പേരമക്കളുടെ വരുമാനങ്ങളിൽ അവർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഇടങ്ങളിൽ എല്ലാം നീ ബറക്കത്ത് കൊണ്ട് അനുഗ്രഹിക്കണേ റബ്ബേ പടച്ചവനെ തലവേദന മാറ്റി തരണമല്ലാഹ് മൈഗ്രീന്റെ വേദന മാറ്റി തരണേ അല്ലാഹ് തലകടച്ചിൽ മാറ്റി തരണേ അല്ലാഹ് തലയിൽ നിന്ന് മുടി കൊഴിഞ്ഞു പോകുന്ന സുഖപ്പെടുത്തണേ അല്ലാഹ് കണ്ണിനെ കാഴ്ച തരണേ കാതിന് കേൾവി ശക്തി തരണേ സംസാരിക്കാത്തവരെ സംസാരിപ്പിക്കണേ നടക്കാത്തവരെ നടത്തിപ്പിക്കണേ അല്ലാഹ് ഇന്ന് മജ്ലിസ് തുടങ്ങുമ്പോൾ ഇവിടെ രണ്ട് പൂമ്പാറ്റ മക്കളെ കൊണ്ടുവന്നിരുന്നു രണ്ടുപേരെയും നീ നടത്തണേ റഹ്മാനേ പടച്ചവനെ നടത്തണേ റഹ്മാനേ
ഞങ്ങളെ വീട്ടിൽ കൈത്തുറക്കാത്ത മക്കളുള്ളവരുണ്ട്. പടച്ചവരെ നടക്കാൻ കഴിയാത്തവരുണ്ട്, വീൽ ചെയറിൽ കഴിയുന്നവരുണ്ട്. ഞങ്ങൾ 26-ാം തീയതി നടന്ന പ്രോഗ്രാമിൽ എത്ര ആളുകളാണ് വീൽ ചെയറിൽ ഇരുന്ന് മജ്‌ലിസ് കേട്ടത്. ആംബുലൻസിലും വാഹനത്തിലും സുഖമില്ലാതെ വന്നവർ, അവർക്കെല്ലാം നിന്റെ റഹ്മത്ത് കൊണ്ട് നീ ശിഫ കൊടുക്കണേ റബ്ബേ. കഴുത്ത് വേദന, പെരിടി വേദന, നെഞ്ചുവേദന, വയറുവേദന, അടിവയറ്റിലെ വേദന, മൂത്രക്കല്ല്, മൂത്രക്കടച്ചില്, കിഡ്നിയിലെ കല്ല്, പടച്ചവനെ കൈകാല ഷോൾഡർ മുട്ടുവേദന, തുടവേദന, കാൽമുട്ട് വേദന, ഞെരിയാണി വേദന, കാലിന് മസിൽ കയറുന്ന വേദന, കാലിന് തരിപ്പ് വരുന്നത്, കാലിന് നീര് വരുന്നത്, കൈകാല് വിളിച്ച വരുന്നത്, എല്ലാം റഹ്മാനേ സുഖപ്പെടുത്തണേ അല്ലാ. ഗർഭപാത്രത്തിലും വയറ്റിലും അണ്ഡാശയത്തിലും മാറത്തും തലക്കുള്ളിലും മുഴ വന്നവരുണ്ട്, നീർക്കെട്ട് വന്നവരുണ്ട്. രോഗമെന്താണെന്നറിയാൻ ചെക്കപ്പ് ചെയ്ത് ടെസ്റ്റിന്റെ റിസൾട്ട് കാത്തിരിക്കുന്നവരുണ്ട്. പടച്ചവനെ ഒന്നും നിന്നും എല്ലാം നോർമലാക്കി ശിഫ തരണേ അല്ലാ, ശിഫ തരണേ അല്ലാ, ശിഫ തരണേ അല്ലാ. ഞങ്ങളെ സഹോദരിമാർക്ക് പടച്ചവനെ അവരുടെ രോഗങ്ങൾ നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ. പുറത്ത് പറയാൻ മടിക്കുന്ന രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് പലരും. യാ അല്ലാഹ്, ഹദ്ദാദിലെ മജ്‌ലിസിലെ വെള്ളം അതിനെല്ലാം ഒരു മരുന്നാക്കണേ അല്ലാഹ്. ഞങ്ങളെ ഉമ്മമാരെ രോഗങ്ങളെ മാറ്റണേ, ഞങ്ങളെ അമ്മമാരെ രോഗങ്ങളെ മാറ്റണേ, ഞങ്ങളെ ഉപ്പമാരെ രോഗങ്ങളെ മാറ്റണേ, ഞങ്ങളെ അച്ഛന്മാരെ രോഗങ്ങളെ മാറ്റണേ. പടച്ചവനെ പടച്ചവനെ പടച്ച റബ്ബേ, ഞങ്ങളെ മജ്‌ലിസിലെ വെള്ളം രോഗങ്ങൾക്കെല്ലാം, വേദനകൾക്കെല്ലാം, കടച്ചിലുകൾക്കെല്ലാം മരുന്നാക്കണേ റബ്ബേ. പ്രഷർ, കൊളസ്ട്രോൾ, ഷുഗർ നോർമലാക്ക് റബ്ബേ. തൈറോയ്ഡ്, വെരിക്കോസ്, സോറിയാസ്, സാമവാത, രക്തവാത, ടിബി, മഞ്ഞപ്പിത്തം, മത്സര സുഖപ്പെടുത്തണേ അല്ലാ. വെള്ളപ്പാട്, പാടുകൾ, മുഖക്കുരു, കുറുകൾ, കലകളെല്ലാം നീ സുഖപ്പെടുത്തണേ റഹ്മാനെ. കറുപ്പൻ രോഗം, ചൊറി വന്നത്, വട്ടച്ചൊറി വന്നത്, അലർജി, അപസ്മാരം, ശ്വാസമുട്ടല്, കുറച്ച് തടപ്പുമ്പോ കിതപ്പ് വരികയാണ്, കൈകാലുകൾ കിടക്കിടക്ക് നീര് കയറുകയാണ്. പടച്ചവനെ ശ്വാസമുട്ടല് കൊണ്ട് വിഷമിക്കുന്നവനുണ്ട്. യാ അല്ലാഹ്, സംസാരിക്കുമ്പോ സംസാരത്തിൽ വിക്ക് അനുഭവപ്പെടുന്നവനുണ്ട്. പടച്ചവനെ നീ ശിഫ കൊടുക്കണേ അല്ലാഹ്. ഓരോ ദിവസവും ഞങ്ങളോട് വന്നിട്ട് ഉസ്താദ് മജ്‌ലിസിൽ വെച്ചൊന്ന് ദുആരിക്കോ, എന്റെ രോഗം ഇന്നതാണ്, എന്റെ ഭാര്യന്റെ രോഗം ഇന്നതാണ്, എന്റെ ഭർത്താവിന്റെ രോഗം ഇന്നതാണ് എന്നൊക്കെ പറഞ്ഞ് കണ്ണീരോടെ ഞങ്ങൾ ദ്വാരക്കാൻ ഏൽപ്പിക്കുന്നവനുണ്ട്. എല്ലാം നിന്നെ ഏൽപ്പിക്കുകയാണ് അല്ലാ, അല്ലാ, അല്ലാ. ആരെയും നീ കൈവടിയല്ലേ അല്ലാ, ആരെയും നീ കൈവടിയല്ലേ അല്ലാ. എല്ലാവർക്കും കാമിലായ ശിഫ കൊടുക്കണേ അല്ലാ. കടങ്ങൾ ഒരുപാടുണ്ട് റബ്ബേ, എങ്ങനെ വീട്ടുമെന്ന പേടിയാണ് റബ്ബേ. ഓരോ ദിവസവും ബാങ്കിൽ കടങ്ങൾ കൂടുകയാണ്, ഓരോ ദിവസവും പലിശ കൂടി വരികയാണ്, ഓരോ ദിവസവും കടക്കാർ വീട്ടിലേക്ക് വരികയാണ്. ഊണില്ല, ഉറക്കില്ല, യാത്രയില്ല, സമാധാനമില്ല. നിന്റെ ഖജനാവ് വിശാലമാണ്, ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. കടങ്ങളെ വീട്ടണേ റഹ്മാനെ, ഞങ്ങൾക്ക് നല്ല ഒരു വീട് തരണേ റഹ്മാനെ. വീട് പണി തുടങ്ങിയത് പൂർത്തിയാക്കി തരണേ അല്ലാ. റാഹത്തുള്ള സ്ഥലം തരണേ അല്ലാ. റോഡില്ലാത്തവർക്ക് റാഹത്തുള്ള റോഡ് തരണേ അല്ലാ. കിണറ്റിലും കുയൽ കിണറിലും വെള്ളം തരണേ അല്ലാ. വെള്ളം കാണുമെന്ന പ്രതീക്ഷയോടെ കുയൽ കിണർ അടിച്ചവരുണ്ട്, പടച്ചവരെ കിണർ കൊത്തി പാറ കണ്ടവരുണ്ട്. അല്ലാ, നിന്റെ റഹ്മത്ത് കൊണ്ട് നീ ആ കിണറ്റിലും കുയൽ കിണറിലും വേനലിലും വറ്റാത്ത പറക്കത്തുള്ള ഉറവയുള്ള വെള്ളം കൊടുക്കണേ റഹ്മാനെ. അറിവിന്ദിലാവിന്റെ കിണറുകൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഞങ്ങളെ കുഴിച്ചു കൊടുത്തിട്ടുണ്ട്. മുസ്ലിമീങ്ങൾക്കും അമുസ്ലിമീങ്ങൾക്കും മൃഗങ്ങൾക്കും എല്ലാവർക്കും അതൊരു അനുഗ്രഹമായി അതിലെ വെള്ളം നിലനിർത്തണേ അല്ലാ, നിലനിർത്തണേ അല്ലാ.
നിലനിർത്തണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെ കുടുംബത്തിലെ കല്യാണം ശരിയാവാത്ത മക്കളുണ്ട്, കൂടെയുള്ളവരുടെ എല്ലാം ശരിയായി പല കാരണങ്ങളെ കൊണ്ട് ശരിയാകുന്നില്ല. യാ അല്ലാ, നല്ല കുടുംബത്തിൽ നിന്ന് ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ ശരിയാക്കി കൊടുക്കണേ അല്ലാ. കല്യാണം കഴിഞ്ഞ് ഭാര്യ മറ്റെടുത്ത്, ഭർത്താവ് മറ്റെടുത്ത് പിണക്കമാണ്, കേസിലാണ്, പ്രശ്നത്തിലാണ്. പടച്ചവനെ, എല്ലാം ഒന്ന് ഐക്യത്തിലാക്കി തരണേ റഹ്മാനെ. പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറ്റി തരണേ റഹ്മാനെ. കുടുംബങ്ങൾക്കിടയിൽ ഐക്യം തരണേ അല്ലാ. പിണക്കങ്ങളെല്ലാം മാറ്റി തരണേ അല്ലാ. പഴയതുപോലെ സന്തോഷം തരണേ റഹ്മാനെ. അല്ലാഹുവേ, കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ലാത്തവരുണ്ട്. അല്ലാ അല്ലാ അല്ലാ, മക്കളെ കൊടുക്കണേ അല്ലാ. മക്കളെ കൊടുക്കണമല്ലാ, മക്കളെ കൊടുക്കണമല്ലാ, മക്കളെ കൊടുക്കണേ അല്ലാ. മക്കളുണ്ടാകൂല എന്ന് ടെസ്റ്റ് ചെയ്തിട്ട് വിധി എഴുതിയവരുണ്ട്. ലാ റാദലിമാ കളൈത വലാ മുബദ്ദില ലിമാ ഹകംത. പടച്ചവനെ, വിധിയെഴുതാ ലോകത്തെ അർഹത നിനക്ക് മാത്രമാണ് അല്ലാ. വിധിയെഴുതാ ലോകത്തെ ഒരേ ഒരു അർഹത നിനക്ക് മാത്രമാണ് തമ്പുരാനെ. മക്കളുണ്ടാകൂല എന്ന് പറഞ്ഞവർക്ക് പോലും നീ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ. മക്കളില്ലാത്ത നിങ്ങളെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് മക്കളെ കൊടുക്കണേ റഹ്മാനേ. മക്കളെ കൊടുക്കണേ റഹ്മാനേ. മക്കളെ കൊടുക്കണേ റഹ്മാനേ. ഞങ്ങൾ ഇന്നിങ്ങോട്ട് പോരുന്ന സമയത്ത് പോലും ഒരു പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ വിളിച്ചു പറഞ്ഞു, ഉസ്താദേ, 13 വർഷമായി കല്യാണം കഴിഞ്ഞ മക്കളില്ല. നിങ്ങളെ പ്രാർത്ഥനകളിൽ എന്നെയും ഉൾപ്പെടുത്തണം. പടച്ചവനെ, പലരും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഈ മുഅ്മിനീങ്ങൾ ആമീനിന്റെ ബറക്കത്ത് കൊണ്ട് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബറക്കത്ത് കൊണ്ട്, ഖുതുബുൽ ആലം മടവൂർ ശൈഖുനാന്റെ ബറക്കത്ത് കൊണ്ട്, അവിടുത്തെ ഉമ്മാന്റെ ബറക്കത്ത് കൊണ്ട്, ഈ മുഅ്മിനീങ്ങൾ ആമീന്റെ ബറക്കത്ത് കൊണ്ട് മക്കളില്ലാത്തവർക്കെല്ലാം സ്വാലിഹായ മക്കളെ നീ കൊടുക്കണേ അല്ലാ. ഗർഭിണികളുണ്ട്, ഇപ്പൊ ലേബർ റൂമിലുള്ളവരുണ്ട്, പ്രസവത്തിന്റെ ഡേറ്റ് ആയവനുണ്ട്. റാഹത്തോടെ സുഖപ്രസവം കൊടുക്ക റബ്ബേ. അല്ലാഹുവേ, സ്കാനിങ് ചെയ്തപ്പോ കുട്ടിക്ക് പ്രശ്നങ്ങൾ പറഞ്ഞവനുണ്ട്. അല്ലാ, പ്രസവ സമയത്തൊരു പ്രയാസവുമില്ലാതെ റാഹത്തോടെ സുഖപ്രസവത്തിലൂടെ ആരോഗ്യമുള്ള നല്ല മക്കളെ നീ കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളെ പൂമാറ്റ മക്കളെ നല്ല മക്കളാക്ക് റബ്ബേ. നല്ല അതബ് നൽക റബ്ബേ. നല്ല ഓർമ്മ ശക്തി നൽക റബ്ബേ. നല്ല ബുദ്ധിശക്തി നൽക റബ്ബേ. നല്ല മിടുക്കരാക്കണേ അല്ലാ, മിടുക്കികളാക്കണേ അല്ലാ. അവരുടെ മക്കളുടെ പഠന വൈകല്യങ്ങളൊക്കെ മാറ്റിത്തരണേ റഹ്മാനെ. ഞങ്ങളെ മക്കളാണ് ഞങ്ങളെ സന്തോഷം, ഞങ്ങളെ പേരമക്കളാണ് ഞങ്ങളെ വീടിന്റെ സന്തോഷം. ഒരപകടത്തിലും അവരെ പെടുത്തല്ലേ, ഒരു അനാവശ്യ കൂട്ടുകെട്ടിലും പെടുത്തല്ലേ. പരീക്ഷകളിലൊക്കെ നല്ല മാർക്ക് നൽകണേ അല്ലാ. അനാവശ്യ പ്രേമത്തിൽ കുടുങ്ങിയവരുടെ മനസ്സൊന്ന് നീ നന്നാക്കി ഉമ്മ പറയുന്നതനുസരിക്കുന്ന, ബാപ്പ പറയുന്നതനുസരിക്കുന്ന, വലിയുമ്മ വലിയുപ്പമാര് പറയുന്നതനുസരിക്കുന്ന മക്കളാക്കണേ അല്ലാ. ഭർത്താവിന്റെ മദ്യപാനം മാറ്റണേ, ഭാര്യയുടെ ദുസ്വഭാവം മാറ്റണേ, ഭർത്താവിന്റെ ദുസ്വഭാവം മാറ്റണേ. ലഹരിക്കടിമപ്പെട്ട സാധുക്കളുടെ മനസ്സൊന്ന് നന്നാക്കി അവരെ ആ കെണിവലയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ പ്രവാസികളെ നീ കാക്കറബ്ബേ, അവരുടെ പ്രയാസങ്ങളെ മാറ്ററബ്ബേ. പടച്ചവനെ, നാട്ടിലും ഗൾഫിലും ജയിലിൽ കഴിയുന്ന ആളുകളുണ്ട്, പെട്ടെന്നവർക്കൊന്ന് മോചനം നൽകണേ റഹ്മാനെ. മോചനം നൽകണേ റഹ്മാനെ. മോചനം നൽകണേ അല്ലാ. യാ അല്ലാ, കമന്റുകളിലൂടെ ദുആ കൊണ്ട് ഏൽപ്പിച്ച ഒരുപാട് ആളുകളുണ്ട് റബ്ബേ.
ഞങ്ങളോട് എവിടെ നിന്ന് കാണുമ്പോഴും ദ്വാരക്കനട്ടോ എന്ന് പറഞ്ഞ് വസിയത്ത് ചെയ്യുന്നവനുണ്ട്. എല്ലാവർക്കും നീ റാഹത്ത് കൊടുക്കണേ റഹ്മാനെ. ഇന്നിവിടെ ഭക്ഷണം ഉണ്ടാക്കി തന്ന ഞങ്ങളെ പ്രിയപ്പെട്ട ആലിക്ക ഹോസ്പിറ്റലിലാണ്. പടച്ചവനെ നീ ശിഫ കൊടുക്കണേ അല്ലാഹ്. കാമിലായ ആജിലായ ശിഫ നൽകണേ അല്ലാഹ്. ബിഹഖ് സയ്യിദിനാ മുസ്തഫ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പാവപ്പെട്ട ഉമ്മ ഖബറിലാണ്. ഉമ്മാന്റെ ഖബറിനെ വിശാലമാക്കണേ റഹ്മാനെ. ഞങ്ങളെ മാതാപിതാക്കൾ, വലിയമ്മ വലിയുപ്പമാരെ, ഭാര്യ ഭർത്താവ്, കൂട്ടുകുടുംബങ്ങൾ, ഞങ്ങളെ ശൈഖുന മഹാനായ ചെറിയ ഉസ്താദി അടുത്താണ് ഞങ്ങളോട് വിട പറഞ്ഞത്. പടച്ചവനെ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ ഉസ്താദുമാരെ, ഈ നാട്ടിൽ നിന്ന് ഈ മഹല്ലത്തിൽ നിന്ന് മരിച്ചവരെ, അറിവിന്ദിലാവിന്റെ വലിയുമ്മമാർ, അറിവിന്ദിലാവിന്റെ വലിയുപ്പമാർ, അറിവിന്ദിലാവിന്റെ ഉമ്മ ബാപ്പ, സഹോദര സഹോദരിമാരെ, കുടുംബങ്ങള് ആരൊക്കെ എവിടെയെല്ലാം പള്ളിപ്പറമ്പില് കിടക്കുന്നു, അവരുടെ എല്ലാവരുടെ കബറിടത്തിലേക്കും ഞങ്ങളെ മജ്‌ലിസിനെ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ഈ വീട്ടിലുകാരുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടുത്തെ അയൽവാസികൾ, നാട്ടുകാർ, സുലൈമാനിക്കാന്റെ കുടുംബങ്ങളെ, കൂട്ടുകാർ ഇവിടെ പലരും എത്തിയിട്ടുണ്ട്. ഉസ്താദുമാരെ പലരും എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും നല്ലോണം റഹ്മത്ത് കൊടുക്കണേ റബ്ബേ. എല്ലാവർക്കും നല്ലതുപോലെ ബറക്കത്ത് കൊടുക്കണേ റബ്ബേ. പടച്ചവനെ 1074 മജ്‌ലിസായി ഒന്നുപോലും നീ മാറ്റി നിർത്തല്ലേ റഹ്മാനെ. എല്ലാം ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കണേ റബ്ബേ. ഇന്നീ മജ്‌ലിസിൽ വെച്ച് കൊടുക്കുന്ന ചീരണിയിൽ, ഇവിടുന്ന് കൊടുക്കുന്ന ഭക്ഷണത്തിലാണെങ്കിലും ചീരണിയിലാണെങ്കിലും ഞങ്ങൾ ചൊല്ലിയ ഹജ്ജാദിന്റെയും ഖുർആനിന്റെയും ബറക്കത്ത് കൊണ്ട് അതൊരു മരുന്നാക്കണേ റബ്ബേ. 26-ാം തീയതി പത്തപ്പിരിയത്തെ കൊഴുകിയെത്തിയ ജനസാഗരങ്ങൾ, പടച്ചവനെ എല്ലാവർക്കും റാഹത്ത് കൊടുക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനാ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم اغفر ذنوبنا، اللهم اغفر ذنوبنا، اللهم اغفر ذنوبنا واستر عيوبنا، واستر عيوبنا، واستر عيوبنا وطهر قلوبنا، وطهر قلوبنا، وطهر قلوبنا. اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. എല്ലാവരും രണ്ട് കൈയിൽ ഒരു തല മുതൽ ശരീരഭാഗം മുഴുവനും തടവ. അല്ലാഹു കബൂലാക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ 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 മുഹമ്മദ് അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു 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 അലൈഹി അല്ലാഹ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിന് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹളറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനേ. ഒരു സ്വലാത്ത് ചൊല്ലിയാൽ മൻ സല്ലല്ലാഹു അലൈഹി സ്വലാത്തൻ വാഹിദ സല്ലല്ലാഹു അലൈഹി അശ്റാ. ആരെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹ് അവരുടെ പേരിൽ 10 സ്വലാത്ത് ചൊല്ലുകയാണ്. പടച്ചവനെ, ഈ സ്വലാത്തുകൾ മുഴുവനും മുത്തുനബിയുടെ ഹളറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനേ. ചോദിക്കാൻ ഞങ്ങൾ അർഹരല്ല, എങ്കിലും ഞങ്ങൾ സ്വലാത്ത് ചൊല്ലി ചോദിക്കുകയാണ്. ആ മുത്ത് ഹബീബ് തങ്ങളെ ഒന്ന് കാണാൻ നീ ഭാഗ്യം തരണമല്ലാ. മദീനയൊന്ന് കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമല്ലാ. ഹജ്ജ് ഉംറ ചെയ്യാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണമല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.